ഹരിതമിത്രം ആപ്പ് ഉപയോഗിച്ച് അസറ്റ് എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ കയറി ആദ്യം ഹരിതമിത്രം എന്ന ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏറ്റവും മുകളിൽ ഹരിതമിത്രം ശുചിത്വ മിഷൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടും. അത് ഓപ്പൺ ആക്കുക. ഈ ഒരു ആപ്ലിക്കേഷനിലാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇതിൽ നിങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴും ഈ മുകളിലും താഴെയുള്ള 2 സിങ്ക്രണൈസേഷൻസ് ഉണ്ട്. അത് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് ആദ്യം ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ മുകൾ വശത്ത് വലതുവശത്ത് നിന്ന് രണ്ടാമതായിരിക്കുന്ന ആ ഒരു സ്ക്വയർ കളർ അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ QR കോഡ് ഇതുപോലെ ആ വീടിൻ്റെ ഒട്ടിച്ചിരിക്കുന്ന ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യുക. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതാ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം നമ്മളങ്ങനെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ഡൺ എന്ന് കൊടുക്കുക. അപ്പോൾ ഇതിലിപ്പോൾ കാണിക്കുന്നത് യു ആർ നോട്ട് അലൗഡ് ടു ആക്സസ് ദിസ് കസ്റ്റമർ ഡീറ്റെയിൽസ്. അപ്പോൾ അതിനർത്ഥം ഈ വാർഡ് നമുക്ക് അസൈൻ ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യാം, ആ QR ഒന്നുകൂടി സ്കാൻ ചെയ്ത് നോക്കുക. ആ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൺസേൺഡ് പഞ്ചായത്തിനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർ നിങ്ങൾക്ക് ആ വാർഡ് അസൈൻ ചെയ്ത് തരും. ഇനി പുതിയ ഞാൻ ഇയാൾക്ക് അസൈൻ ചെയ്ത് കൊടുത്തൊരു വാർഡിലെ QR ആണ് ഈ ആപ്പ് ഒരു സ്കാൻ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കാനായി. അപ്പോൾ മുകളിൽ കാണിക്കും QR കോഡ് ഈസ് ബീങ് വെരിഫൈഡ്, പ്ലീസ് വെയിറ്റ്. വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ വിവരം ഇതേപോലെ ലഭിക്കും. ഇപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ അസറ്റ് എന്ന് ഇടതുവശത്ത് താഴെ നിങ്ങൾ കണ്ടല്ലോ അസറ്റ് എന്ന്, ഈ ഒരു ബട്ടണാണ് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ലഭ്യമാവും. അതിൽ വലതുവശത്ത് താഴെയുള്ളൊരു പ്ലസ് ബട്ടൺ കണ്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ ലഭ്യമാവും. അതിൽ ഈ അസറ്റ് ടൈപ്പ് എന്നുള്ളടത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൈപ്പ് കമ്പോസ്റ്റോ ബയോബിന്നോ റിംഗ് കമ്പോസ്റ്റ് അവർക്ക് എന്താണോ നൽകിയിട്ട് അത് കൊടുക്കുക, നൽകിയിട്ടില്ലെങ്കിൽ നൽകിയിട്ടില്ല കൊടുക്കുക. ഈ വിതരണം ചെയ്ത തീയതി എന്നെടുത്ത് അവർക്ക് അത് കിട്ടിയ ഒരു ഡേറ്റ് കൊടുക്കുക. ഉപാധിയുടെ നമ്പർ എന്നുള്ളടത്ത് കൊടുക്കുക. പ്രവർത്തിക്കുന്നുണ്ടോ ഉള്ളത് അത് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഇല്ല എങ്കിൽ അതിൻ്റെ കാരണം കൊടുക്കുക. എന്നിട്ട് സമർപ്പിക്കുക. സമർപ്പിച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ ലഭിക്കും. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വീട് സർവേ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം മുകളിലുള്ള ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പഴയ ഹോം സ്ക്രീനിലേക്ക് പോകും. അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ആ വലതുവശത്ത് മുകളിലുള്ള സ്ക്വയർ സെലക്ട് ചെയ്യുക, QR കോഡ് സ്കാൻ ചെയ്യുക, ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇത്രയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിൽ നിങ്ങൾ അവിടുത്തെ QR കോഡ് നമ്പർ നോട്ട് ചെയ്ത് അത് പഞ്ചായത്തിനെ അറിയിക്കണം. QR കോഡ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്ക് ഈ സർവേ ചെയ്യാൻ സാധിക്കില്ല. അത്തരം വീടുകളുടെ QR നമ്പറും അവരുടെ വീട്ടു നമ്പറും മറ്റ് ഡീറ്റെയിൽസും പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഏത് ബയോബിന്നാണോ എന്താണുള്ളത് അത് ഡീറ്റെയിൽസ് പഞ്ചായത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ അത് ഓൺലൈനായി അവർക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഓൾ.